അലൈക്കും. നബിദിന പ്രസംഗം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, നമ്മുടെ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് ഞാൻ സംസാരിക്കട്ടെ. അതിന് നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകം മുഴുവൻ നന്മയും തിന്മയും ഏതെന്നറിയാതെ കൂരിരുട്ടിൽ അധംപതിച്ച് ഒരു സമൂഹത്തിലേക്കാണ് നന്മയുടെ വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ലോകം ഇന്നും ഒരു വെളിച്ചം തേടുമ്പോൾ ആ പ്രവാചകനിലേക്ക് മടങ്ങുക മാത്രമാണ് നമ്മുടെ മുന്നിലെ വഴി. മനുഷ്യ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ നബി തങ്ങൾ. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കും. ദേഷ്യം ഒഴിവാക്കി വിനയവും വിട്ടുവീഴ്ചയും കാണിക്കാൻ നബി നമ്മെ പഠിപ്പിച്ചു. സാമൂഹ്യ തിന്മകളോട് അരുതെന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം ലോകത്തിന് മാതൃകയാണ്. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാനും അയൽവാസികളുമായുള്ള ബന്ധത്തിന് വലിയ വില നൽകാനും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്രയേറെ എടുത്തു പറഞ്ഞ മറ്റൊരു മഹാനെ നമുക്ക് കാണാൻ കഴിയില്ല. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്നാണ് തിരുനബി തങ്ങൾ പറഞ്ഞത്. കുടുംബ ബന്ധത്തിൽ പരസ്പരം കാണിക്കേണ്ട മര്യാദകളും സ്നേഹവും ഇദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. നബിചര്യകൾ പിൻപറ്റിയാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഭാര്യ സന്താനങ്ങളെക്കാളും മറ്റു എന്തിനേക്കാളും മുത്തുനബിയെ സ്നേഹിക്കണമെന്ന് ദീൻ പഠിപ്പിക്കുന്നത് വെറുതെയല്ല. ആ സ്നേഹം നിലനിർത്താനും ഹൗലുൽ കൗസറിന്റെ ചാരത്ത് മുത്തുനബിയുടെ കൈപിടിച്ച് ആനന്ദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, അവിടുന്ന് ചെയ്തത് അത് അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബിയെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അഹ്റാബി മുത്തുനബിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയുകയില്ല പ്രവാചകരെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയെ. ഈ സമയം നമ്മുടെ മുത്തുനബി തങ്ങൾ ആ അഹ്റാബിയോട് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. ഈ ഒരു തെറ്റിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം. ഇത് കേട്ട ആ അഹ്റാബിക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ, ബാക്കി തെറ്റുകൾ എല്ലാം ചെയ്യാമല്ലോ എന്ന് കരുതി സന്തോഷിച്ചു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ സമയത്താണ് നബിയുമായുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. നാളെ മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അയാൾ മോഷണ ശ്രമത്തിൽ നിന്നും പിന്മാറി. ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നബിയുമായി ചെയ്ത കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കണം. നാം എല്ലാവരും പ്രവാചകചര്യ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.